വി നീഡ് ടു നോ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു എന്ത് രീതിയിലുള്ള പാനൽ ഡിസ്കഷനാണ്. അവിടെയും സർവൈവേഴ്സിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഡിസ്കഷൻസ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നടിയും വിമൻ ഇൻ സിനിമ കളക്ടീവ് അംഗവുമായ പാർവതി തിരുവോത്ത് സർക്കാരിന്റെ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് രാഷ്ട്രീയ ചേരിപ്പോരും തുടങ്ങിയത്. കോൺക്ലേവ് നടത്താനുള്ള സർക്കാരിന്റെ തീരുമാനം അപഹാസ്യമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് കുറ്റപ്പെടുത്തി. പരാതി കൊടുത്താൽ വേണമെങ്കിൽ അന്വേഷിക്കാം എന്ന സർക്കാരിൻ്റെ നിലപാട് ശരിയല്ല. സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ്. കോൺക്ലേവിൽ ഇരയും വേട്ടക്കാരും ഒന്നിച്ചിരിക്കുമെന്ന് പറയുന്നത് തെറ്റാണെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു താൽപര്യക്കുറവും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ വല്ലതും ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇരകളും വേട്ടക്കാരും എല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നത്? റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് മന്ത്രി KN ബാലഗോപാലും വ്യക്തമാക്കി. നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ. ഹൈക്കോടതി നിരീക്ഷണങ്ങളെ സർക്കാർ ബഹുമാനിക്കുമെന്നാണ് കരുതുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളത് മറന്നു കളയാൻ പാടില്ലെന്നും ഗവർണർ ഓർമ്മിപ്പിച്ചു. We should hope that the logical consequences will happen. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.